ഹലോ, ഇത് ആലുവയിലുള്ള പച്ചമാങ്ങ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് ഗാലറി ഫുള്ളായി ഒക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഈ ഷോപ്പിന്റെ ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷോപ്പിന്റെ പുറത്ത് ഡൈനിങ്ങിലാണ് കേട്ടോ ഞങ്ങളിരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാൽക്കപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽക്കപ്പ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. പിന്നെ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിക്ക് പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓർഡർ ചെയ്ത പൊറോട്ടയും വന്നു. പിന്നെ പാൽക്കപ്പയുടെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് റിബാണ് കേട്ടോ. പക്ഷെ അവർ കൊണ്ടുവന്നത് ബീഫ് കറിയായിരുന്നു. പിന്നെ ഞങ്ങളത് മാറ്റാനൊന്നും പോയില്ല കേട്ടോ, അത് തന്നെ കഴിച്ചു. അപ്പൊ ഞാൻ ആദ്യം പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് പാൽക്കപ്പ കണ്ടപ്പോൾ അത്ര സുഖം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാനെടുത്തു. പൊറോട്ടയും കുറച്ച് ഡ്രൈ ആയിരുന്നു കേട്ടോ, എടുത്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിച്ചു നോക്കിയാൽ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാൽക്കപ്പ കഴിച്ചു നോക്കി. കുറച്ച് പാൽക്കപ്പയും കുറച്ച് ബീഫ് കറിയാണ് കേട്ടോ ഞാൻ കഴിച്ചുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, പാൽക്കപ്പ കുറച്ച് ഡ്രൈ ആയിരുന്നു. ആ നോർമൽ പാൽക്കപ്പയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ബീഫ് കറി കുഴപ്പമുണ്ടായിരുന്നില്ല. ചിക്കൻ കറി വെച്ച് നോക്കുമ്പോൾ ബീഫ് കറി അത്ര പോരായിരുന്നു, കുറച്ച് ഉപ്പും കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ കയറുന്നത്. ഷോപ്പിന്റെ ആംബിയൻസ് അടിപൊളിയാണ്, പക്ഷേ ഫുഡ് എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.